സിസ്റ്റർ മിനി സണ്ണി പ്രാർത്ഥിച്ചോട്ടെ. കേൾക്കുന്നില്ല. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, നല്ലതും വിലയേറുതുമായ സന്ധ്യാവേളയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പതിപോലെ ഈ സന്ധ്യാവേളയിൽ തിരുവചനം പഠിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ കൂട്ടിവരുത്തി കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രികാലം നടക്കുന്ന തിരുവചന പഠനം കർത്താവെ നീ സഹായിക്കുമാറാകണമേ. അമ്മേ സ്തോത്രം, സാറിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രികാലം കർത്താവ് ശക്തീകരിക്കണം. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നിന്നുകൊണ്ട് രാത്രികാലം തിരുവചനങ്ങളെ ഞങ്ങൾക്ക് വ്യാഖ്യാനിച്ചു തരുവാൻ തന്റെ ദാസിനെ ദൈവം ബലപ്പെടുത്തുമാറാകണമേ. അമ്മ വചനം പഠിക്കാനെ കടന്നുവിട്ടുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കുമായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രികാലം ഞങ്ങളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ ദൈവത്തിന്റെ സാന്നിധ്യത്താൽ ഞങ്ങളെ നിറയ്ക്കുമാറാകണമേ. കർത്താവെ നിന്റെ വചനം പഠിക്കാൻ ആവശ്യമായ കൃപ തരണമേ. താബോർ ബൈബിൾ കോളേജിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാ സ്റ്റുഡൻസിനുമായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ സാറന്മാർക്കുമായി സ്തോത്രം ചെയ്യുന്നു. ദൈവം എല്ലാവരും മാനിക്കണമേ. ഇന്ന് രാത്രികാലം ദൈവകരങ്ങൾ സമ്പൂർണ്ണമായി ഞങ്ങൾ എല്ലാവരും താഴ്ത്തി സമർപ്പിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ക്രിസ്തുയേശു തന്നെയുള്ള നാമത്തെ ചോദിക്കുന്നു. ദയതോന്നി കേൾക്കണം നല്ല പിതാവേ. ആമേൻ. സ്തോത്രം. കർത്താവിന്റെ തന്നെ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാ വിലപ്പെട്ട കർത്തൃദാസന്മാർക്ക്, കർത്തൃദാസിമാർക്ക് വീണ്ടും ഒരിക്കൽ കൂടെ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു. പഞ്ചഗ്രന്ഥങ്ങൾ എന്നുള്ള വിഷയത്തിൽ ആവർത്തന പുസ്തകത്തിൽ നിന്നായിരുന്നു നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അവസാനത്തെ പുസ്തകം, പഞ്ചഗ്രന്ഥങ്ങളിൽ അവസാനത്തെ പുസ്തകമാണ് ഡ്യൂട്രോണമി അഥവാ ആവർത്തന പുസ്തകം. അതിൽ ഉടമ്പടിയുടെ വ്യവസ്ഥകൾ മോശ ജനത്തോട് വിവരിക്കുന്നത് നമ്മൾ പഠിക്കുകയാണ്. അതിലെ ആചാരപരമായ വിശുദ്ധീകരണവും സമർപ്പണവും എന്നുള്ള വിഷയം നമ്മൾ പഠിച്ചു. അവരുടെ ഭക്ഷണങ്ങളും ഉത്സവങ്ങളും സംബന്ധിച്ച് നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു തുടങ്ങിയതാണ് ന്യായാധിപന്മാർ നീതിയോടെ ന്യായപാലനം ചെയ്യേണ്ട വിധം. ആവർത്തന പുസ്തകം 16:18 മുതൽ 21 വരെ ന്യായാധിപന്മാർ നീതിയോടെ ന്യായപാലനം ചെയ്യേണ്ട വിധം. ഇസ്രായേൽ മക്കൾക്ക് അവരെ ഭരിക്കേണ്ടതിന് ദൈവം രാജാക്കന്മാരെ വാഴിക്കുന്നത് സംബന്ധിച്ച്, പ്രത്യേകിച്ച് രാജാക്കന്മാർക്കുണ്ടായിരിക്കേണ്ട യോഗ്യതകൾ സംബന്ധിച്ച് ആവർത്തന പുസ്തകത്തിൽ പറയുന്നത് 17-ാം അധ്യായത്തിന്റെ 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. നിന്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുക്കുന്ന രാജാവിനെ നിന്റെ മേലാക്കണം. അപ്പോൾ രാജാവിനെ തിരഞ്ഞെടുക്കേണ്ടത് ആരാണ്? ദൈവമാണ്. ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പാണ്, മനുഷ്യരല്ല തിരഞ്ഞെടുക്കേണ്ടത്. നിന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്നൊരുത്തനെ നിന്റെ മേൽ രാജാവാക്കണം. അന്യജാതികളിൽ നിന്നൊരുവൻ ഇസ്രായേലിനെ വാഴുവാൻ പാടില്ല. യഹോവയെ സേവിക്കുന്നവനായി ഇസ്രായേൽ ജനത്തിന്റെ ഇടയിൽ നിന്ന് ഒരുവനെ രാജാവാക്കണം. നിന്റെ സഹോദരനല്ലാത്ത അന്യജാതിക്കാരനെ നിന്റെ മേൽ ആക്കിക്കൂടാ. ഒരു കാരണവശാലും അന്യജാതിക്കാരൻ നിന്നെ ഭരിക്കുവാൻ പാടില്ല, നിനക്ക് രാജാവാകുവാൻ പാടില്ല എന്ന് പറയുന്നു. അവന് കുതിരകൾ അനവധി ഉണ്ടാകരുത്. ശക്തമായ ഒരു കൽപ്പന കൊടുത്തിരിക്കുകയാണ്. കുതിരകൾ അനവധി ഉണ്ടാകരുത്. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. കുതിരകൾ അനവധി ഉണ്ടായാൽ പിന്നെയും അധികം കുതിര സമ്പാദിക്കേണ്ടതിന് ജനം മിസ്രൈമിലേക്ക് മടങ്ങിപ്പോകുവാൻ അവൻ ഇടവരുത്തരുത്. ഇനിമേൽ ആ വഴിക്ക് തിരിയരുതെന്ന് യഹോവ നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അത് പഠിച്ചതാണ്. ചിലർ കുതിരകൾ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയം വെക്കുന്നു. ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും, നാമത്തിൽ ആശ്രയിക്കും എന്നിങ്ങനെ പരിഭാഷകൾ പറയുന്നു. അപ്പൊ നമ്മുടെ ആശ്രയമായിരിക്കേണ്ടത് സൈന്യബലമല്ല, കുതിരകളല്ല. ഇസ്രായേൽ നിന്റെ ശരണമായിരിക്കേണ്ടത് നിന്റെ ദൈവമായ യഹോവ തന്നെ ആയിരിക്കണം. അതാണ് ദൈവം പഠിപ്പിക്കുന്നത്. നമുക്കറിയാം, ഇസ്രായേലിന്റെ രാജാവായിരുന്ന ശലോമോൻ, ദാവീദിന്റെ മകനായ ശലോമോൻ, ജ്ഞാനികളിൽ ജ്ഞാനിയായിരുന്ന ശലോമോൻ, രാജകുമാരന്റെ 1-ാം പുസ്തകം 10:26 നമ്മൾ ആ സ്ക്രീനിൽ കാണുന്നുണ്ട്. 10:26 നമ്മൾ കാണുന്നു, ശലോമോൻ രഥങ്ങളെയും കുതിരച്ചേവകരെയും ശേഖരിച്ചു. അവന് 1400 രഥങ്ങളും 12,000 കുതിരച്ചേവകരും ഉണ്ടായിരുന്നു. ആ കാലത്തെ കണക്കിന് അത് വലിയൊരു സൈന്യമാണ്.
1400 രഥങ്ങളും 12,000 കുതിരച്ചേവകരും എന്ന് പറയുമ്പോൾ വലിയ ഒരു സൈന്യബലമായിരുന്നു ശലോമോൻ ഉണ്ടായിരുന്നത്. അവരെ അവൻ രാജാവിന്റെ രഥനഗരങ്ങളിലും യെരൂശലേമിൽ രാജാവിന്റെ അടുക്കലും പാർപ്പിച്ചിരുന്നു. അപ്പോൾ ശലോമോന്റെ ആശ്രയം കുതിരകളിലും രഥങ്ങളിലുമായി മാറി. ദൈവം അവർക്ക് കൊടുത്ത കൽപ്പന മറന്ന് ശലോമോൻ കുതിരകളിലും രഥങ്ങളിലും ആശ്രയിക്കുന്നു. ദൈവത്തെ ഉപേക്ഷിച്ച് അങ്ങനെ തിരിയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അടുത്തതായി അവരോട് പറയുന്നത് 17-ാം അധ്യായം 17-ാം വാക്യം, അവന്റെ ഹൃദയം മറിഞ്ഞു പോകാതിരിപ്പാൻ അനേകം ഭാര്യമാരെ എടുക്കരുത്. ഹൃദയം മറിഞ്ഞു പോകാതിരിപ്പാൻ അനേകം ഭാര്യമാരെ എടുക്കരുതെന്ന് പറയുന്നു. ആ കാര്യത്തിലും ശലോമോൻ തെറ്റിപ്പോയിരുന്നു എന്നാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ 1 രാജാക്കന്മാർ 3:1 വായിക്കുമ്പോൾ നമ്മൾ അവിടെ കാണുന്നത് ശലോമോൻ മിസ്രൈം രാജാവായ ഫറവോനോട് സംബന്ധം കൂടി ഫറവോന്റെ മകളെ വിവാഹം ചെയ്തതായിട്ട് കാണുന്നുണ്ട്. അതേ പുസ്തകത്തിൽ 11-ാം അധ്യായം വായിക്കുമ്പോൾ 1 രാജാക്കന്മാർ 11-ാം അധ്യായം വായിക്കുമ്പോൾ അതിന്റെ ആദ്യം മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ അവിടെ കാണുന്നു, ശലോമോൻ രാജാവ് ഫറവോന്റെ മകളെ കൂടാതെ മോവാബ്യരെ, അമ്മോന്യരെ, ഏദോമ്യരെ, സീദോന്യരെ, ഹിത്യർ, ഇങ്ങനെ അന്യജാതിക്കാരായ അനേക സ്ത്രീകളെ വിവാഹം കഴിച്ചു. വളരെ ദയനീയമായ ഒരു കാഴ്ച. ശലോമോൻ വയോധികനായപ്പോൾ ഭാര്യമാർ അവന്റെ ഹൃദയത്തെ അന്യദേവന്മാരിലേക്ക് വശീകരിച്ചു. ശലോമോൻ അന്യദേവന്മാർക്ക് പൂജാഗിരികൾ കഴിച്ച് അവയ്ക്ക് ബലി കഴിച്ചു എന്ന് കാണുന്നു. അപ്പോൾ ശലോമോന്റെ ജീവിതത്തിൽ അന്യജാതിക്കാരായ അനേകം ഭാര്യമാരുണ്ടായത് നിമിത്തം ശലോമോന്റെ ഹൃദയം മറിഞ്ഞുപോയി. അവൻ അന്യദേവന്മാർക്ക് പൂജാഗിരികൾ പണി കഴിച്ച് അവയ്ക്ക് ബലി കഴിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇത് മാത്രമല്ല, ശലോമോനെ പറ്റി നമ്മൾ നോക്കിയാൽ പിന്നെ ഒരു ഉദാഹരണം എടുത്തതാണ് ശലോമോന്റെ കാര്യം. ശലോമോനെ പറ്റി പിന്നെ നമ്മൾ നോക്കിയ 1-ാം അധ്യായം രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 10-ാം അധ്യായത്തിൽ വെള്ളിയും പൊന്നും അനവധിയായി സമ്പാദിക്കരുതെന്നുള്ള കൽപ്പനയും ശലോമോൻ ലംഘിച്ചതായി കാണുന്നുണ്ട്. ശലോമോന് സമ്പത്തുണ്ടായത് സംബന്ധിച്ച് നമ്മൾ പ്രഥമ ദൃഷ്ടിയ നോക്കുമ്പോൾ അതൊരു ദൈവാനുഗ്രഹമായിട്ട് നമുക്ക് തോന്നുമെങ്കിലും ആ നിലയിൽ ശലോമോന് സമ്പത്തുണ്ടായി. എന്നാൽ ശലോമോന് സമ്പത്തുണ്ടായത് തന്റെ ഭരണത്തിലുള്ള ജനതയോട് ഭാരിച്ച കരം പിരിച്ചും കഠിനമായ അടിമവേല ചെയ്യിച്ചുമായിരുന്നുവെന്ന് ദൈവവചനത്തിൽ നിന്ന് തന്നെ നമുക്ക് തെളിവുകൾ ലഭിക്കുന്നുണ്ട്. ഒന്നുകൂടെ ആവർത്തിക്കാം. വെള്ളിയും പൊന്നും അനവധി ഉണ്ടാകരുതെന്നുള്ള കൽപ്പന ശലോമോന്റെ ജീവിതത്തിൽ അതവൻ മാറുന്നു. ദൈവം കൊടുത്ത നന്മകൾ ഉണ്ട്, എന്നാൽ അതിനേക്കാൾ ഉപരിയായി ശലോമോന് തന്റെ ഭരണത്തിലുള്ള ജനതയെ കഠിനമായി അവരെ അടിമവേല ചെയ്യിച്ചു, ഭാരിച്ച കരം പിരിച്ചു. അങ്ങനെ ഒരു കറുത്ത വശം ശലോമോന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നുവെന്ന് രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 12-ാം അധ്യായം ശ്രദ്ധയോടെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുവാൻ കഴിയും. 1 രാജാക്കന്മാർ 12-ാം അധ്യായം ശ്രദ്ധയോടെ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെ ശലോമോൻ പ്രവർത്തിച്ച് യഹോവയെ കോപിപ്പിച്ചത് നിമിത്തം അവന് ശേഷം അവന്റെ രാജ്യം 2ആയി വിഭജിക്കപ്പെട്ടു എന്ന് നാം കാണുന്നു.
ശലോമോന് ശേഷം ഇസ്രായേൽ രണ്ടായി വിഭജിക്കപ്പെട്ടു. 10 ഗോത്രങ്ങൾ അടങ്ങിയ വടക്കേ രാജ്യം, യഹൂദയും ബെന്യാമീനും അടങ്ങുന്ന തെക്കേ രാജ്യം. ദൈവം ദാവീദിനെ ഓർത്ത്, ദാവീദിനോടുള്ള തന്റെ ആ കവനന്റ് ഓർത്ത് 2 ഗോത്രങ്ങൾ അടങ്ങുന്ന ആ ഒരു ചെറിയ അംശം ദാവീദിന്റെ സന്തതിക്കായിട്ട് അവശേഷിപ്പിച്ചു. എന്നാൽ 10 ഗോത്രങ്ങൾ ദാവീദിന്റെ സന്തതിക്ക് അവയുടെ മേലുള്ള അധികാരം നഷ്ടപ്പെട്ടത് വേറൊരു രാജ്യമായി തീരുവാനിടയായി. ശലോമോൻ ഒരു രാജാവെന്നുള്ള നിലയിൽ പാലിക്കേണ്ട കർത്തവ്യങ്ങൾ പാലിക്കാതിരുന്നത് കൊണ്ട്, ദൈവത്തിന്റെ ആലോചന കൽപ്പന അനുസരിക്കാതിരുന്നത് കൊണ്ട് നിരവധി സങ്കീർത്തനങ്ങൾ എഴുതുകയും സാർഷ്യവാക്യങ്ങളും സഭാപ്രസംഗിയും ഉത്തമഗീതം ഇങ്ങനെ തുടങ്ങിയ പുസ്തകങ്ങളൊക്കെ എഴുതി ചമച്ചവനായ ആ ശലോമോനെ എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിൽ വിശ്വാസ വീരന്മാരുടെ പട്ടിക വിവരിക്കുന്നിടത്ത് ശലോമോൻ രാജാവിന്റെ പേര് കാണുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. രാജാക്കന്മാരുണ്ടാകുമ്പോൾ രാജാക്കന്മാർക്കുണ്ടായിരിക്കുന്ന യോഗ്യതകളെ പറ്റി, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവൻ അനുസരിക്കേണ്ടത് എന്നതിനെ പറ്റി 17-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്ന അടിസ്ഥാനമാക്കി ആ ചിന്തകൾ നിങ്ങൾ മനസ്സിലാക്കണം. ഇനി രാജാക്കന്മാർ ജ്ഞാനത്തിനായി എന്ത് ചെയ്യണം, ജ്ഞാനത്തിനായി അവരെന്ത് ചെയ്യണമെന്ന് 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ കാണുന്നുണ്ട്. 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, അവൻ തന്റെ രാജാസനത്തിൽ ഇരിക്കുമ്പോൾ ലേവ്യരായ പുരോഹിതന്മാരുടെ പക്കൽ നിന്ന് ഈ ന്യായപ്രമാണം വാങ്ങി അതിന്റെ ഒരു പകർപ്പ്, മിഷ്നെ, അതിന്റെ ഒരു പകർപ്പ് ഒരു പുസ്തകത്തിൽ എഴുതിയെടുക്കണം. ഈ ന്യായപ്രമാണത്തിലെ സകല വചനങ്ങളും ചട്ടങ്ങളും അവൻ പ്രമാണിച്ച് നടന്ന് തന്റെ ദൈവമായ യഹോവയെ ഭയപ്പെടുവാൻ പഠിക്കേണ്ടതിന് അത് അവന്റെ കൈവശമിരിക്കുകയും അവന്റെ ഹൃദയം സഹോദരന്മാർക്ക് മീതെ അഹങ്കരിച്ചുയരാതെയും അവൻ കൽപ്പന വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാതെയും ഇരിക്കേണ്ടതിന് അവനും അവന്റെ പുത്രന്മാരും ഇസ്രായേലിന്റെ ഇടയിൽ ദീർഘകാലം രാജ്യഭാരം ചെയ്യേണ്ടതിനുമായി അവൻ തന്റെ ആയുഷ്കാലമൊക്കെയും അത് വായിക്കുകയും വേണം. ആവർത്തന പുസ്തകം 17-18 നാം വായിക്കുന്നത്, രാജാക്കന്മാർ ന്യായപ്രമാണം വാങ്ങി, ലേവ്യരായ പുരോഹിതന്മാരുടെ പക്കൽ നിന്ന് ന്യായപ്രമാണം വാങ്ങി അതിന്റെ ഒരു പകർപ്പ് ഒരു പുസ്തകത്തിൽ എഴുതിയെടുക്കണം. ആവർത്തന പുസ്തകം പഠിപ്പിക്കാൻ ആരംഭിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ്, ഡ്യൂട്രോണമി എന്ന ഈ പുസ്തകത്തിന് പേര് വന്നത് സംബന്ധിച്ച് ഈ ഒരു പദം, മിഷ്നെ എന്ന എബ്രായ പദം, അതാണ് പകർപ്പ്. അത് സംബന്ധിച്ച് ഞാൻ പറഞ്ഞിരുന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ഡ്യൂട്രോണമി എന്ന് പറയുന്നത് ഡ്യൂട്രോനോമിയോൻ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഡ്യൂട്രോണമി എന്ന പേര് വന്നത്. ഡ്യൂട്ടർ, സെക്കൻഡ്, നോമോസ് എന്ന് പറഞ്ഞ ലോ, റെപ്പറ്റീഷൻ ഓഫ് ദ ലോ, നിയമാവർത്തനം. കത്തോലിക്കരുടെ POC ബൈബിളിൽ നിയമാവർത്തനം എന്നാണ് ഈ പുസ്തകത്തിന്റെ പേര്. ന്യായപ്രമാണത്തിന്റെ ആവർത്തനം എന്നാണ് അക്ഷരാർത്ഥത്തിൽ, അല്ലെങ്കിൽ ലിറ്ററൽ മീനിങ്. ഈ പുസ്തകത്തിന് ആ പേര് വരാൻ കാരണം ഈ 17-18 പറയുന്ന പകർപ്പ് എന്ന പദത്തിൽ നിന്ന് എടുത്തതാണ്. എബ്രായ ഭാഷയിൽ മിഷ്നെ എന്നാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മിഷ്നെ എന്ന പദത്തിന് രണ്ടാമത്തേത് പകർപ്പ്, ആവർത്തനം എന്നൊക്കെയാണ് അർത്ഥം. സെപ്റ്റുജന്റ് തിരുവഴുത്തിൽ, സെപ്റ്റുജന്റ്
എന്താണെന്ന് അറിയാൻ മേത്തറുണ്ടെങ്കിൽ ക്ലാസ് കഴിയുമ്പോൾ എന്നോട് ചോദിച്ചു, ഞാൻ അന്നേരം അത് പറഞ്ഞുതരാം. പഴയ നിയമത്തിന്റെ ഗ്രീക്ക് പതിപ്പാണ് സെപ്റ്റുജന്റ്. അതെങ്ങനെ ഉണ്ടായി ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മളിതിങ്ങനെ ഫ്ലോ കളയണ്ട. ആ സെപ്റ്റുജന്റിൽ അല്ലെങ്കിൽ ഗ്രീക്ക് ഓൾഡ് ടെസ്റ്റമെന്റിൽ ഡ്യൂട്രോനോമിയോൻ എന്നീ പുസ്തകത്തിന് അല്ലെങ്കിൽ ആ പദത്തിന്, മിഷ്നെ എന്നുള്ള പദത്തിന് തെറ്റായി വിവർത്തനം ചെയ്തു. പകർപ്പെന്ന് മാത്രം പറഞ്ഞിരിക്കുന്നതിന് ഡ്യൂട്രോനോമിയൻ, നിയമാവർത്തനമെന്ന് അവർ തെറ്റായി വിവർത്തനം ചെയ്തു. അങ്ങനെയാണ് ഈ പുസ്തകത്തിന് നിയമാവർത്തനം എന്ന പേര് വന്നത്. അതാ ഞാന് ഈ അദ്ദേഹത്തിന്റെ പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ, ഈ പുസ്തകം പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ആദ്യമേ പറഞ്ഞതാണ്. സാന്ദർഭികമായി അത് നിങ്ങളെ ഒന്ന് വീണ്ടും സൂചിപ്പിച്ചു എന്ന് മാത്രം. 17-18 അത് പറയുകയാണ്. രാജാക്കന്മാർ ജ്ഞാനത്തിനായിട്ട് ന്യായപ്രമാണത്തിന്റെ ഒരു മിഷ്നെ, ഒരു പകർപ്പ് തങ്ങളുടെ പക്കൽ സൂക്ഷിക്കുകയും, പിന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത്, അവരും അവരുടെ പുത്രന്മാരും ഇസ്രായേലിന്റെ ഇടയിൽ ദീർഘകാലം രാജ്യഭാരം ചെയ്യേണ്ടതിന് അവർ തങ്ങളുടെ ആയുഷ്കാലമൊക്കെ അത് വായിക്കുകയും വേണം. അവർ അത് വായിച്ച് അതിൽ നിന്ന് ജ്ഞാനം പ്രാപിച്ച് യഹോവയുടെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുകയും വേണമെന്ന് മോശ അവരോട് കൽപ്പനയായി അവരോട് പറയുകയാണ്. ആ സമയത്ത് അവർക്ക് രാജാക്കന്മാരായിട്ടില്ല. പിന്നീട് അവര് കനാൻ ദേശത്ത് ചെന്ന് കഴിഞ്ഞ് ദീർഘകാലം അവർ ന്യായാധിപന്മാരുടെ ഭരണമായിരുന്നു. ശമൂവേൽ വരെ ന്യായാധിപന്മാർ ഭരിച്ചു. പിന്നീടാണ് ശൗൽ രാജാവായിട്ട് വരുന്നത്. അപ്പോൾ അവരുടെ രാജാക്കന്മാരുണ്ടാകുന്നതിനും ഏതാണ്ട് 3.5 ശതാബ്ദം, 350 വർഷങ്ങൾക്ക് മുൻപ് തന്നെ യഹോവയുടെ ദാസനായ മോശ അവരോട് രാജാക്കന്മാരെ നിയമിക്കേണ്ടത് എങ്ങനെയെന്നും രാജാക്കന്മാർ പാലിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും രാജാക്കന്മാർ ജ്ഞാനത്തിനായിട്ട് യഹോവയുടെ കൽപ്പനകളെ അനുസരിച്ച് നടക്കണമെന്നും യഹോവയുടെ കൽപ്പന നിത്യവും അവർ വായിച്ചുകൊണ്ട് അത് ആവർത്തിച്ച് വായിച്ച് അത് പ്രമാണിച്ച് ആ സകല വചനങ്ങളും പ്രമാണിച്ച് നടക്കണമെന്നും അവരോട് ഓർമ്മിപ്പിക്കുകയാണ്. ഇതിന്റെ 18-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 18-ാം അധ്യായത്തിന്റെ 1-2 അധ്യായങ്ങളിൽ ലേവ്യരായ പുരോഹിതന്മാർക്ക്, ലേവി ഗോത്രത്തിനും അവരെ സംബന്ധിച്ച് പറയുകയാണ്, ഇസ്രായേലിനോട് കൂടെ ഓഹരിയും അവകാശവും അവർക്കുണ്ടാകരുത്. മറ്റു ഗോത്രങ്ങൾക്ക് ദേശം വിഭജിച്ചു കൊടുക്കുകയാണ്. രൂബേന്യർക്ക് ഇന്ന സ്ഥലം, ശിമയോന്യർക്ക് ഇന്ന സ്ഥലം, ലേവിക്ക് അങ്ങനെ ഓരോരുത്തർക്കും, ഗാദ, ആഷേർ, ഇങ്ങനെ സെബൂലൂൻ, നഫ്താലി, ഇങ്ങനെ ഓരോരുത്തർക്കും ദേശം വിഭജിച്ച് കൊടുക്കുന്നു. എന്നാൽ ലേവ്യരായ പുരോഹിതന്മാർക്ക് ഔവണ്ണം ഒരു ദേശം വിഭജിച്ചു കൊടുക്കേണ്ടതില്ല. യഹോവയുടെ ദഹനയാഗങ്ങളും അവന്റെ അവകാശവും കൊണ്ട് അവർ ഉപജീവനം കഴിക്കണം. അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ അവർക്ക് അവകാശമുണ്ടാകരുത്. യഹോവ അവരോട് അരുളി ചെയ്തതുപോലെ അവൻ തന്നെ അവരുടെ അവകാശം. ദൈവം തന്നെയാണ് അവരുടെ അവകാശമെന്ന് മോശ അവരോട് ഓർമ്മിപ്പിക്കുകയാണ്. അവർക്ക് പ്രത്യേക ഒരു ദേശമോ സമ്പത്തോ കൊടുക്കുവാൻ പാടില്ല. ഇസ്രായേലിന്റെ ആത്മീക നേതൃത്വത്തെ കുറിച്ചാണ് 18-ാം അധ്യായത്തിൽ പറയുന്നത്. ആത്മീക നേതൃത്വത്തെ കുറിച്ച് 18-ാം അധ്യായത്തിൽ പറയുകയാണ്. ലേവ്യരായ പുരോഹിതന്മാർക്ക്, ലേവി ഗോത്രത്തിന് ഇസ്രായേലിനോട് കൂടെ ഓഹരി അവകാശവും ഉണ്ടാക്കരുത്. അവരവിടെ നട്ടും പണിതും അങ്ങനെ കഴിയേണ്ടവരല്ല. യഹോവയുടെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യേണ്ടവരാണ്. 10-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിലും 10-ന്റെ 9-ാം വാക്യത്തിലും അത് പറയുന്നുണ്ട്. അതുകൊണ്ട് ലേവിക്ക് അവന്റെ സഹോദരന്മാരുടെ ഓഹരി അവകാശമില്ല. തന്റെ ദൈവമായ യഹോവ അവന് വാഗ്ദത്തം ചെയ്തതുപോലെ യഹോവ തന്നെ അവന്റെ അവകാശം. യഹോവ തന്നെ അവന്റെ അവകാശം. നമ്മൾ യോശുവയുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ 13-ാം അധ്യായം 33-ൽ
അവിടെ പറയുന്നുണ്ട്, ലേവി ഗോത്രത്തിനോ മോശ ഒരു അവകാശവും കൊടുത്തില്ല. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അവരോട് കൽപ്പിച്ചതുപോലെ താൻ തന്നെ അവരുടെ അവകാശമാകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ദൈവം തന്നെ അവകാശമായിരിക്കുന്ന ഒരു അനുഭവം. സങ്കീർത്തനക്കാരൻ യഹോവഭക്തനായിരുന്ന ദാവീദ് പലപ്പോഴും അതിങ്ങനെ ആവർത്തിച്ച് പറയുന്നുണ്ട്. 142 സങ്കീർത്തനത്തിന്റെ 5-ാം വാക്യത്തിലും 142ന്റെ 5 എടുത്തെങ്കിലും ഒന്ന് വായിക്കാം. മറ്റൊരാൾ 16ന്റെ 5. യഹോവേ, ഞാൻ നിന്നോട് നിലവിളിച്ചു, നീ എന്റെ സങ്കേതവും ജീവനുള്ളവരുടെ ദേശത്ത് എന്റെ ഓഹരിയുമാകുന്നു എന്ന് ഞാൻ പറഞ്ഞു. ജീവനുള്ളവരുടെ ദേശത്ത് എന്റെ ഓഹരി യഹോവയാണ്. ദ ലോർഡ് ഈസ് മൈ പോർഷൻ. യഹോവഭക്തനായ ദാവീദ് പലകുറി ആവർത്തിച്ച് അങ്ങനെ പാടുന്നുണ്ട്, ദ ലോർഡ് ഈസ് മൈ പോർഷൻ. തനിക്ക് ഭൂമിയിലുണ്ടായിരുന്ന സമ്പത്ത് ഏതുമില്ല, തനിക്കുള്ള യഥാർത്ഥ ഓഹരി തന്റെ ദൈവമായ യഹോവയാകുന്നുവെന്ന് ദാവീദിന് ഉത്തമമായ ബോധ്യമുണ്ടായിരുന്നു. ദാവീദിന് ഉത്തമമായ ബോധ്യമുണ്ടായിരുന്നു. ലേവി ഗോത്രത്തെ സംബന്ധിച്ച് ദൈവം പറയുന്നത്, അവർ യഹോവയുടെ നിയമപെട്ടകം ചുമപ്പാനും യഹോവയുടെ സന്നിധിയിൽ ശുശ്രൂഷ ചെയ്യുവാനും അവന്റെ നാമത്തിൽ അനുഗ്രഹിപ്പാനും വേർതിരിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് യഹോവ തന്നെ അവരുടെ അവകാശമായിരുന്നു. ലോകത്തിൽ മറ്റ് എന്ത് അവകാശമായി ലഭിക്കുന്നതിലും ഉത്തമമായിരിക്കുന്നത് ദൈവം നമ്മുടെ അവകാശമായിരിക്കുന്നു എന്നതാണ്. ദൈവജനം ഓർത്ത് നോക്കണം. അത് ഈ ലോകത്തിലെ സമ്പന്നന്മാര്, നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ ധനികന്മാരെ എടുത്തു നോക്കിയാൽ ആദ്യത്തെ ഒരു 100 എണ്ണത്തിനകത്ത് ഒരെണ്ണം പോലും ഒരു വിശ്വാസിയെ കാണുവാൻ കഴിഞ്ഞെന്ന് വരില്ല. ഒരു യഥാർത്ഥ ഭക്തനെ കാണുവാൻ കഴിഞ്ഞെന്ന് വരില്ല. ഇന്ന് നമ്മുടെ സമൂഹത്തിലോ നമ്മുടെ സഭയിലോ ഒക്കെ ഏറ്റവും മാനിക്കപ്പെടുന്നത് ലോകത്തിന്റെ സമ്പത്ത് ഒത്തിരി ഉള്ളവരെ ആയിരിക്കും. പക്ഷെ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവന് ലോക സമ്പത്തല്ല, അതിനേക്കാൾ വലുതെന്ന് പറയുന്നത് എന്താണ്? ദൈവം അവന്റെ അവകാശമായിരിക്കുന്നു എന്നുള്ളതാണ്. ലാമന്റേഷൻസ്, വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 24 പ്രകാരം പറയുന്നുണ്ട്. ലാമന്റേഷൻസ് 3:24, വിലാപങ്ങൾ 3:24, യഹോവ എന്റെ ഓഹരി എന്ന് എന്റെ ഉള്ളം പറയുന്നു, അതുകൊണ്ട് ഞാൻ അവനിൽ പ്രത്യാശ വയ്ക്കുന്നു. നമ്മുടെ ഓഹരി എന്താണ്? കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരുവന്റെ നിക്ഷേപം ഇരിക്കുന്നിടത്ത് അവന്റെ ഹൃദയം ഇരിക്കുന്നത്. നമുക്ക് ഈ ലോകത്തിൽ സമ്പത്തുണ്ടാകുന്നത് പാപമൊന്നുമല്ല, പക്ഷേ ആ സമ്പത്തിലൊന്നും ആയിരിക്കരുത് നമ്മുടെ ആശ്രയം. ദാവീദ് കണ്ടതുപോലെ ഇസ്രായേലിന്റെ ഏറ്റവും ശക്തനായിരുന്ന ഒരു രാജാവ് ദാവീദ് 12 ഗോത്രങ്ങളുടെയും രാജാവായി ഭരണം നടത്തി. അങ്ങനെ വിശാലമായൊരു ദേശം താൻ ഭരിക്കുമ്പോഴും ദാവീദ് പറയുകയാണ്, ജീവനുള്ളവരുടെ ദേശത്ത് ദ ലോർഡ് ഈസ് മൈ പോർഷൻ, യഹോവ എന്റെ ഓഹരിയാകുന്നു. ഈ കനാൻ ദേശം അല്ലെങ്കിൽ ഈ നാട്, ഈ ചുറ്റുവട്ടത്തുള്ള സമ്പത്തോ കൊട്ടാരമോ ഇതൊന്നുമല്ല, യഹോവയാണ് എന്റെ ഓഹരി. 73-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ അതിന്റെ 26-ാം വാക്യത്തിൽ ദാവീദ് പറയുന്നുണ്ട്, ദൈവം എന്നേ ആസാഫാണ്. അത് 73-ാം സങ്കീർത്തനം എഴുതിയിരിക്കുന്ന ആസാഫാണ്. ആസാഫിന്റെ സങ്കീർത്തനമാണ്. ആസാഫ് അവിടെ പാടുന്നത്, ദാവീദിന്റെ പാട്ടുകാരനാണല്ലോ ആസാഫ്. ദൈവം എന്നേക്കും എന്റെ ഹൃദയത്തിന്റെ പാറയും എന്റെ ഓഹരിയുമാകുന്നു. ദൈവം എന്നേക്കും എന്റെ ഹൃദയത്തിന്റെ ഓഹരിയും എന്റെ പാറയുമാകുന്നു. 73-ാം സങ്കീർത്തനത്തിന്റെ 26-ാം വാക്യം. ഭക്തന്മാരുടെ മഹത്തായ ഓഹരി ദൈവമായ യഹോവയാണ്. ലേവ്യരായ പുരോഹിതന്മാരെ പറ്റി യഹോവ തന്നെ അവരുടെ അവകാശമെന്ന് ദൈവമായ യഹോവ അവരോട് അരുളി ചെയ്തു.
പുതിയ നിയമവിശ്വാസികളായ നാം എല്ലാവരും യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീക യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകുന്നുവെന്ന് പത്രോസ് പറയുന്നുണ്ട്. നമ്മളെ വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട രാജകീയ പുരോഹിത വർഗമാകുന്നു. ദൈവം പറയുന്നു 1 പത്രോസ് 5:5-9 വാക്യങ്ങളില് 5-ന്റെയാണോ 2-ന്റെയാണോ? 2-ന്റെ നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്കും നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. 9-ാം വാക്യത്തിൽ പറയുന്നത് രാജകീയ പുരോഹിത വർഗമാകുന്നു. 5-ാം വാക്യത്തിൽ എന്താണ് പറയുന്നത്? വിശുദ്ധ പുരോഹിത വർഗമാകുന്നു. 5-ാം വാക്യത്തിൽ പറയുന്നു വിശുദ്ധ പുരോഹിത വർഗമാകുന്നു. 9-ാം വാക്യത്തിൽ പറയുന്നു രാജകീയ പുരോഹിത വർഗമാകുന്നു. അതുകൊണ്ട് ഈ പുരോഹിത വർഗമായിരിക്കുന്നത് കൊണ്ട് നമ്മുടെ അവകാശം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആകുന്നുവെന്ന് നമുക്കൊരു ബോധം ഉണ്ടായിരിക്കണം. ലോകത്തിലുള്ള ഏത് വലിയ ധനത്തെക്കാളും അപ്രമേയമായ ശ്രേഷ്ഠ ധനം ക്രിസ്തുവാണ്. ഈ ആയുസ്സിൽ ക്രിസ്തുവിനെ നേടുന്നതാണ് ഏറ്റവും വലിയ നേട്ടമായിരിക്കുന്നത്. ക്രിസ്തുവിനെ നേടുവാൻ സാധിച്ചപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ലഭിച്ചില്ല എന്നത് അപ്രസക്തമാണ്. ഇവിടെ നമുക്ക് എന്ത് ലഭിച്ചില്ല എന്നത് അപ്രസക്തമാണ്. പൗലോസ് വലിയ ധനികനായിരുന്നു. ലോകപ്രകാരം വലിയ ധനികനായി കരുതപ്പെടുന്ന വ്യക്തിയാണ്. ആ കാലത്തൊരു യഹൂദന് റോമാ പൗരത്വം എന്ന് പറയുമ്പോൾ അവന്റെ ആ പൗരത്വം തന്നെ സൂചിപ്പിക്കുന്നത് അവൻ ഒരു വലിയ ധനികനായിരുന്നു എന്നാണ്. ഐതിഹ്യം പറയുന്നത് അവൻ വലിയ കപ്പൽ മുതലാളിയുടെ മകനായിരുന്നെന്നൊക്കെയാണ്. അതെനിക്ക് അറിയത്തില്ല, ഞാനിങ്ങനെ കേട്ടിട്ടുള്ളതാണെങ്കിലും വായിച്ചിട്ടുള്ളതല്ല. ധനികനായിരുന്നു എന്നുള്ളത് ദൈവവചനത്തിൽ തെളിവുകളുണ്ട്. അങ്ങനെ ഉണ്ടായിരുന്ന പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്നെണ്ണിയിരിക്കുന്നു. എനിക്ക് ലാഭമായിരുന്ന പദവികളും ലാഭമായിരുന്ന സമ്പത്തും എല്ലാം ക്രിസ്തു നിമിത്തം ഛേദമെന്നെണ്ണിയിരിക്കുന്നു. ഫിലിപ്പിയർ 3:7. ക്രിസ്തുവിനെ നേടേണ്ടതിന് വേണ്ടി തനിക്ക് ലഭിച്ചതൊക്കെയും തനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഉപേക്ഷിച്ച് അവയെ ചവറെന്നെണ്ണിയിരുന്നു. പൗലോസ് ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ അത് പറയുകയാണ്. ഞാൻ നമ്മുടെ കേരളക്കരയിൽ വന്ന് സുവിശേഷം അറിയിച്ചവരായ ചില ഭക്തന്മാരുടെ ജീവിതമൊക്കെ ചിലപ്പോഴൊക്കെ ഓർക്കും. നാഗൽ സാഹിബിനെ പോലുള്ളവര്, കുക്കു സാഹിബിനെ പോലുള്ളവര്, ഹെർമൻ ഗുണ്ടർട്ടിനെ പോലുള്ളവര് ഈ നാട്ടിൽ വന്ന് ഇവിടുത്തെ ഭാഷ പഠിച്ച് നമ്മുടെ ഗ്രഹാം സ്റ്റെയിൻസ്, ഒറീസയിൽ വന്ന ഗ്രഹാം സ്റ്റെയിൻസിനെ പോലുള്ളവര് അവരുടെ രാജ്യത്തിൻ്റെതായ സമൃദ്ധിയും അവരുടെ രാജ്യത്തിൻ്റെതായ സുഖലോലുപതകൾ എല്ലാം വെടിഞ്ഞിട്ട് ഇവിടെ കടന്നു വന്ന് തങ്ങൾക്ക് ലാഭമായിരുന്നതെല്ലാം ഛേദമെന്നെണ്ണി പ്രയത്നിച്ച ഭക്തന്മാര് ഇന്ന് പക്ഷെ ക്രിസ്തുവിനെ കൊണ്ട് നേട്ടം കൊയ്യുവാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന അനേകര് ഈ മാർഗത്തെ ലോകത്തിന്റെ ധനസമ്പാദനത്തിന് വേണ്ടി വിനിയോഗിച്ചുകൊണ്ട് ദൈവത്തെയും ദൈവസഭയെയും അവഗണിച്ചു കൊണ്ടുപോകുന്ന അനേകര്. എസ്കേൽ പ്രവാന്റെ പുസ്തകം 34-ാം അധ്യായത്തിൽ പറഞ്ഞ പോലെ ഇരിക്കുന്ന പോലെയുള്ള കള്ള ഇടയന്മാര് എങ്ങനെയെങ്കിലും ഒരു വലിയ സഭ ഉണ്ടാക്കുക, വലിയ സഭയിൽ എത്തിപ്പെടുക, അതിനേത് മാർഗം സ്വീകരിക്കുക, അത് കഴിഞ്ഞ ശേഷം അവിടെ നിന്നും പിന്നെ വിദേശത്തേതെങ്കിലും ഒരു സഭ കണ്ടെത്തുക, അങ്ങനെ ഒടുവിൽ അമേരിക്കയിൽ എത്തിപ്പെടുക, ഇതൊക്കെയായി പലരുടെ ലക്ഷ്യം. എന്നാൽ അമേരിക്കയിൽ നിന്നും മറ്റും പലതും ഉപേക്ഷിച്ചുകൊണ്ട് ഈ മണ്ണിൽ വന്ന് ഈ മണ്ണിൽ തന്നെ തങ്ങളുടെ ജീവിതം അവസാനിപ്പിച്ച അനേകം ഭക്തന്മാരുണ്ട്.
പൗലോസ് പറയുകയാണ്, ക്രിസ്തുവിനെ നേടേണ്ടതിന് വേണ്ടി തനിക്ക് ലാഭമായിരുന്നതിനെയൊക്കെയും ഉപേക്ഷിച്ച് അവയെ ചവറെന്നെണ്ണിയിരിക്കുന്നു. ആവർത്തന പുസ്തകം 18-ാം അധ്യായത്തിൽ 6 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ ജാതികളുടെ മ്ലേച്ഛതകൾ ഇസ്രായേൽ മക്കൾ കണ്ടുപഠിക്കരുതെന്ന് അവർക്ക് മുന്നറിയിപ്പ് നൽകുന്നതാണ് നാം വായിക്കുന്നത്. 15-ാം വാക്യം, 18-ന്റെ 15-ാം വാക്യം വായിച്ചാട്ടോ. നിന്റെ ദൈവമായ യഹോവ നിനക്ക് എന്നെ പോലെ ഒരു പ്രവാചകൻ 18-ന്റെ 5 സാറേ, 18-ന്റെ 15 അതന്നെയാ വാക്യം. നിന്റെ ദൈവമായ യഹോവ നിനക്ക് എന്നെ പോലെ ഒരു പ്രവാചകനെ നിന്റെ മധ്യേ നിന്റെ സഹോദരന്മാരുടെ ഇടയിൽ എഴുന്നേൽപ്പിച്ച് തരും. അവന്റെ വചനം നിങ്ങൾ കേൾക്കണം. മതി 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 മതി. ഈ വാക്യം നിങ്ങൾ അങ്ങ് അറിയാൻ വയ്യാത്തവരങ്ങ് കാണാതെ അങ്ങ് പഠിക്കണം കേട്ടോ. എന്താന്ന് വെച്ചാൽ അത് ആരെ പറ്റിയാ പറയുന്നത്? യേശു കർത്താവിനെ പറ്റി. യെസ്, മിശിഹായെ പറ്റിയുള്ള പ്രവചനമാണത്. മോശയെ പോലെ ഒരു പ്രവാചകൻ അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് ദൈവമായ യഹോവ എഴുന്നേൽപ്പിച്ചു തരുമെന്നുള്ള ആ മോശയുടെ പ്രവചനം, ആ പ്രവാചകൻ, ഇസ്രായേൽ മക്കളുടെ പ്രതീക്ഷയായിരുന്ന ആ പ്രവാചകൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആയിരുന്നു. ആ പ്രവാചകനെ പറ്റിയുള്ള യഹൂദന്മാരുടെ പ്രതീക്ഷ പുതിയ നിയമത്തിൽ പലയിടത്തും അവരുടെ വാക്കുകൾ കൂടെ നമുക്ക് കാണാൻ കഴിയും. ഉദാഹരണത്തിന്, സ്നാപകനായ യോഹന്നാൻ പലരെയും വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നത് കണ്ടിട്ട് പുരോഹിതന്മാരും ലേവ്യര് യോഹന്നാന്റെ അടുക്കൽ വന്ന് അവനോട് ചോദിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 1:21, നീ ആ പ്രവാചകനോ എന്ന് യോഹന്നാനോട് ചോദിക്കുകയാണ്. യോഹന്നാൻ വലിയൊരു ആത്മീയ ഉണർവിന്റെ ഒരു കാറ്റായി മാറിയിരിക്കുകയായിരുന്നു. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പാൻ പറഞ്ഞ് മാനസാന്തരത്തിന്റെ സാക്ഷ്യം സന്ദേശം വിളിച്ചു പറഞ്ഞുകൊണ്ട് അനേകരെ മാനസാന്തര സ്നാനം കഴിപ്പിച്ചുകൊണ്ട് ഒരു വലിയ കൊടുങ്കാറ്റായി യോഹന്നാൻ തീർന്നപ്പോൾ അന്നത്തെ ആത്മീക ആചാര്യന്മാരായിരുന്ന പുരോഹിതന്മാരും ലേവ്യരും യോഹന്നാന്റെ അടുക്കൽ വന്നിട്ട് ചോദിക്കുകയാണ്, നീ ആ പ്രവാചകനോ? യോഹന്നാൻ 1:21. അപ്പോൾ യോഹന്നാൻ പറയുകയാണ്, അല്ലവേ അല്ല, ഞാനല്ല, ഞാൻ മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവീൻ എന്ന് വിളിച്ചു പറയുന്നവന്റെ ശബ്ദം മാത്രമാണ്. 750 വർഷങ്ങൾക്ക് മുൻപ് യശയാവിലൂടെ യഹോവ അരുളി ചെയ്തതുപോലെ മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവാൻ കടന്നു വന്നിരിക്കുന്ന ഒരു ശബ്ദം മാത്രമാണ്. ഐ ആം ജസ്റ്റ് എ വോയിസ് എന്ന് പറഞ്ഞ് യോഹന്നാൻ പിന്മാറുന്നു. അതേ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ, യോഹന്നാന്റെ സുവിശേഷം 6:14 നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ചെയ്ത അടയാളങ്ങൾ കണ്ടിട്ട് 5 അപ്പവും 2 മീനും കൊണ്ട് ബഹുപുരുഷാരത്തെ പോഷിപ്പിച്ചു. ആ സംഭവം അങ്ങോട്ട് കഴിയുമ്പോൾ 6:14 ജനം പറയുകയാണ്, ലോകത്തിലേക്ക് വരുവാനുള്ള പ്രവാചകൻ ഇവനാകുന്നു സത്യം. താനല്ല എന്ന് യേശു പറയുന്നില്ല. യേശു തന്നെയായിരുന്നു ലോകത്തിലേക്ക് വരുവാനുള്ള ആ പ്രവാചകൻ. താൻ ആ പ്രവാചകൻ അല്ല എന്ന് യോഹന്നാൻ പറഞ്ഞതുപോലെ യേശു അവരുടെ വാക്ക് നിഷേധിക്കുന്നില്ല. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൽ സ്നാപകനായ യോഹന്നാൻ, നിങ്ങളൊന്ന് എടുത്തോട്ടെ, 11-ാം അധ്യായത്തിന്റെ 2 മുതലുള്ള വാക്യങ്ങൾ. 2 മുതൽ. യോഹന്നാൻ കാരാഗൃഹത്തിൽ ക്രിസ്തുവിന്റെ പ്രവൃത്തികളെ കുറിച്ച് കേട്ടിട്ട് തന്റെ ശിഷ്യന്മാരെ അയച്ചു. വരുവാനുള്ളവ നീയോ, ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കയോ എന്ന് അവർ മുഖാന്തരം അവനോട് ചോദിച്ചു. മതി. യോഹന്നാന്റെ ദൗത്യം എന്ന് പറഞ്ഞിരിക്കുന്നത് വരുവാനുള്ളവന് വഴിയൊരുക്കുക എന്നുള്ളതായിരുന്നു. പക്ഷെ യോഹന്നാൻ പ്രതീക്ഷിച്ചതുപോലെ ഒരു ന്യായവിധിയുടെ പ്രവൃത്തി അന്ന് യേശു ചെയ്യുന്നില്ല. തങ്ങളുടെ ശത്രുക്കളെ ഉന്മൂലനാശം വരുത്തിക്കൊണ്ട് ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരുന്ന് ഭരിക്കുന്ന ഒരു മെഷിഹ, അക്ഷരീകമായ ഒരു രാജ്യസ്ഥാപനം, അതായിരുന്നു യോഹന്നാന്റെ പോലും പ്രതീക്ഷ. അത് നടക്കാഞ്ഞപ്പോൾ തന്റെ ശിരസ് ഹെരോദാവ്
ഇനി ഏത് നിമിഷവും തന്നെ ശിരച്ഛേദം ചെയ്ത് കൊല്ലുമെന്നറിയുമ്പോൾ തന്റെ ദൗത്യം പൂർത്തിയായോ എന്നറിയുവാനായിട്ട് യോഹന്നാൻ ഒരു സംശയം മാറ്റേണ്ടതിന് തന്റെ ശിഷ്യന്മാരെ അയക്കുക. അവർ വന്നിട്ട് ചോദിക്കുക, വരുവാനുള്ളവൻ നീ തന്നെയോ? വരുവാനുള്ളവൻ എന്ന് പറഞ്ഞിരിക്കുന്നത് അന്ന് മോശ അരുളി ചെയ്തതുപോലെ ഒരു പ്രവാചകനെ അവർ കാത്തിരിക്കുകയായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിലും 22-ാം വാക്യം ഒന്ന് വായിച്ചാൽ, 22-23 വാക്യങ്ങൾ. യോഹന്നാൻ 10:22-23. പ്രതിഷ്ഠോത്സവം ആചരിച്ചു. അന്ന് ശീതകാലമായിരുന്നു. യേശു ദൈവാലയത്തിൽ ശലോമോന്റെ മണ്ഡപത്തിൽ നടന്നുകൊണ്ടിരുന്നു. യഹൂദന്മാർ അവനെ വളഞ്ഞു. നീ എത്രത്തോളം ഞങ്ങളെ ആശിപ്പിക്കുന്നു? നീ ക്രിസ്തു എങ്കിൽ സ്പഷ്ടമായി പറക എന്ന് അവനോട് പറഞ്ഞു. നോക്കൂ, അവിടെയും യഹൂദന്മാർ വന്ന് ചോദിക്കുകയാണ്. യഹൂദൻ ചോദിച്ചത് നീ മെശിഹ ആകുന്നു എന്ന്. ക്രിസ്തു എന്നുള്ളത് അതിന്റെ ഗ്രീക്ക് വേർഷൻ ആണല്ലോ, ഗ്രീക്ക് ട്രാൻസ്ലേഷനാണ്. നീ മെശിഹ ആകുന്നുവെങ്കിൽ ഞങ്ങളോട് പറയുക, ഞങ്ങൾ മെശിഹയെ കാത്തിരിക്കുന്ന ജനമാണ്. ദുഃഖകരമായ ഒരു സത്യം ഞാൻ പറയട്ടെ. അവൻ സ്വന്തമായവരിലേക്ക് വന്നു, സ്വന്തമായവരും അവനെ കൈക്കൊണ്ടില്ല എന്ന് പറയുന്നത് പോലെ സാക്ഷാൽ മിശിഹ അവരുടെ മധ്യേ വന്നു, പക്ഷേ മിശിഹായെ അവർ കൈക്കൊണ്ടില്ല. ഇന്നും യഹൂദന്മാർ മിശിഹായ്ക്കായി നോക്കി പാർക്കുകയാണ്. അടുത്തിടെ ഞാനൊരു ജൂവിഷ് റബ്ബിയുടെ ടോക്ക് ഞാനിങ്ങനെ യൂട്യൂബിൽ കേട്ടിരുന്നു. അവരിന്നും മിശിഹായ്ക്കായിട്ട് കാത്തിരിക്കുകയാണ്. മിശിഹ വരും, പിന്നെ ദൈവാലയം പണിയും എന്നൊക്കെയുള്ള പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് അവർ. മോശയെ പോലെ ഒരു പ്രവാചകൻ അവരുടെ ഇടയിൽ, അവരുടെ സഹോദരന്മാരുടെ മധ്യേ നിന്ന് എഴുന്നേൽക്കും. അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായത്തിൽ സ്തെഫാനോസ് പറയുന്നുണ്ട്, ദൈവം 7-ാം അധ്യായത്തിന്റെ 37-ാം വാക്യം, അപ്പോസ്തലപ്രവൃത്തി 7:37, ആക്ട്സ് 7:37, ദൈവം നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് എന്നെ പോലെ ഒരു പ്രവാചകനെ നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ചു തരുമെന്ന് ഇസ്രായേൽ മക്കളോട് പറഞ്ഞ മോശ അവൻ തന്നെ. മോശയുടെ വാക്ക് ഉദ്ധരിച്ച് സ്തെഫാനോസ് പറയുകയാണ്. അതുപോലെ തന്നെ പ്രവർത്തികളുടെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 22-23 വാക്യങ്ങൾ, പ്രവർത്തികൾ 3:22-23, ദൈവമായ കർത്താവ് നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് എന്നെ പോലെ ഒരു പ്രവാചകനെ നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ചു തരും. അവൻ നിങ്ങളോട് സംസാരിക്കുന്ന സകലത്തിലും നിങ്ങൾ അവന്റെ വാക്ക് കേൾക്കണം. ആ പ്രവാചകന്റെ വാക്ക് കേൾക്കാത്ത ഏവനും ജനത്തിന്റെ ഇടയിൽ നിന്ന് ഛേദിക്കപ്പെടും എന്ന് മോശ പറഞ്ഞുവല്ലോ എന്ന് യേശുവിനെ കുറിച്ച് പത്രോസും പറയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 40-ാം വാക്യത്തിൽ, 7:40, ജോൺ 7:40, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ വാക്കുകൾ കേട്ടിട്ട് പുരുഷാരത്തിൽ പലരും ഇവൻ സാക്ഷാൽ ആ പ്രവാചകനാകുന്നു എന്ന് പറഞ്ഞതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ആവർത്തന പുസ്തകത്തിലേക്ക് തന്നെ നോക്കുമ്പോൾ, ആവർത്തന പുസ്തകം 18-19 വാക്യങ്ങളിൽ, നിന്നെ പോലെ ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് എന്റെ വചനങ്ങളെ അവന്റെ നാവിന്മേലാക്കും. ഞാൻ അവനോട് കൽപ്പിക്കുന്നതൊക്കെ അവൻ അവരോട് പറയും. അവൻ എന്റെ നാമത്തിൽ പറയുന്ന എന്റെ വചനങ്ങൾ യാതൊരുത്തനെങ്കിലും കേൾക്കാതിരുന്നാൽ അവനോട് ഞാൻ ചോദിക്കും എന്ന് യഹോവ അരുളി ചെയ്തിരുന്നതായി മോശ വെളിപ്പെടുത്തുന്നുണ്ട്. ഞാൻ അവനോട് കൽപ്പിക്കുന്നതൊക്കെയും അവനും അവരോട് പറയും എന്ന് വരുവാനുള്ള പ്രവാചകനെ സംബന്ധിച്ച് ദൈവമായ യഹോവ മോശയോട് അരുളി ചെയ്തിരിക്കുന്നു. നിങ്ങൾ ആ വാക്യത്തെ യോഹന്നാന്റെ സുവിശേഷം 12:49 കണക്ട് ചെയ്തെന്ന് കാണണം. യോഹന്നാൻ 12:49, അവിടെ നമ്മുടെ കർത്താവ് പറയുന്നുണ്ട്, ഞാൻ സ്വയമായി സംസാരിച്ചിട്ടില്ല, എന്നെ അയച്ച പിതാവ് തന്നെ ഞാൻ ഇന്നത് പറയണമെന്നും ഇന്നത് സംസാരിക്കണമെന്നും കൽപ്പന തന്നിരിക്കുന്നു. കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഇത് തന്നെയാണ്. ആവർത്തനം 18-ാം അധ്യായത്തിന്റെ 18-19 വാക്യങ്ങളിൽ നമ്മൾ കാണുന്ന അതേ കാര്യമാണ് യോഹന്നാൻ 12:49 നമ്മുടെ കർത്താവ് പറഞ്ഞിരിക്കുന്നതായി കാണുന്നത്. അപ്പോൾ വരുവാനുള്ള മശിഹയെ പറ്റി മോശ അവരോട് മുന്നറിയിക്കുകയാണ്. ഇനി 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, 19-ാം അധ്യായത്തിൽ സങ്കേത നഗരങ്ങളെ കുറിച്ച് വീണ്ടും അവർക്ക് കൽപ്പന കൊടുത്തിരിക്കുന്നതാണ് 19-ാം അധ്യായത്തിൽ കാണുന്നത്. നമ്മൾ
ആവർത്തിക്കുന്നില്ല. 6 സങ്കേത നഗരങ്ങൾ, യോർദാന് കിഴക്ക് 3, യോർദാന് പടിഞ്ഞാറ് 3 6 സങ്കേത നഗരങ്ങൾ അവർക്കുണ്ടായിരിക്കണം. അതിന്റെ വിശദീകരണം മുമ്പ് പറഞ്ഞതാണ്. മനഃപൂർവ്വം കരുതിക്കൂട്ടിയല്ലാതെ ഒരുത്തനെ കൊന്നുപോയാൽ രക്തപ്രതികാരകനിൽ നിന്നും അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ബന്ധുവിന്റെ രക്തപ്രതികാരകനിൽ നിന്നും രക്ഷ പ്രാപിക്കേണ്ട ഓടിച്ചെന്ന് സങ്കേത നഗരത്തിൽ അഭയം പ്രാപിക്കണം. അത് സംബന്ധിച്ച് മുമ്പ് വിവരിച്ചിട്ടുള്ള അവിടെയൊക്കെ പോകുന്നില്ല. ഇനി 20-ാം അധ്യായത്തിൽ അവർ തങ്ങളുടെ ശത്രുക്കളോട് യുദ്ധത്തിന് പുറപ്പെടുന്നത് സംബന്ധിച്ച് അവരോട് പ്രസ്താവിച്ചിരിക്കുകയാണ്. 20-ാം അധ്യായത്തിൽ ശത്രുക്കളോട് യുദ്ധത്തിന് പുറപ്പെടുന്നത് സംബന്ധിച്ച് ചില നിർദ്ദേശങ്ങൾ അവർക്ക് കൊടുക്കുകയാണ്. 21-ാം അധ്യായം ഒരുത്തനെ കൊന്നിട്ടിരിക്കുന്നത് കാണുകയും അവനെ കൊന്നവനാരെന്ന് അറിയാതിരിക്കുകയും ചെയ്താൽ എന്ത് ചെയ്യണമെന്നത് സംബന്ധിച്ച്, ഒരുത്തനെ കൊന്നിട്ടിരിക്കുന്നത് കാണുകയും അവനെ കൊന്നത് ആരെന്നറിയാതിരിക്കുകയും ചെയ്താൽ എന്ത് ചെയ്യണമെന്നത് സംബന്ധിച്ച് 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ വിവരിച്ചിരിക്കുകയാണ്. 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ യുദ്ധത്തിൽ ബന്ദിയായി പിടിക്കപ്പെട്ടിരിക്കുന്ന സ്ത്രീയെ വിവാഹം ചെയ്യുന്നതിനുള്ള വ്യവസ്ഥ. ആ കാലത്ത് യുദ്ധം ചെയ്യുമ്പോൾ ഒരു ദേശം പിടിച്ചടക്കുമ്പോൾ അവിടെയുള്ള സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ ബന്ദികളായി കൊണ്ടുപോയിരുന്നു. അങ്ങനെ കൊണ്ടുവരുന്ന സ്ത്രീയെ വിവാഹം ചെയ്യുന്നതിനുള്ള വ്യവസ്ഥയാണ് 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ 21-ാം അധ്യായത്തിന്റെ. 21-ന്റെ 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ ആദ്യജാതനുള്ള അവകാശത്തെ പറ്റി വിവരിച്ചിരിക്കുകയാണ്. 21-ന്റെ 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ അപ്പന്റെയോ അമ്മയുടെയോ വാക്ക് കേൾക്കാതെയും അവർ ശാസിച്ചാലും അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്ന ഷടനും മത്സരിയുമായ മകൻ ഒരുത്തനുണ്ടെങ്കിൽ അവനോട് എന്ത് ചെയ്യണമെന്നുള്ളത് 21-ന്റെ 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ പറയുന്നുണ്ട്. ഇങ്ങനെ ദൈവമായ യഹോവ അവർക്ക് നൽകുന്ന ദേശത്ത് അവർക്ക് പ്രമാണികൾ, ന്യായാധിപതിമാർ, രാജാക്കന്മാർ, പുരോഹിതന്മാർ എന്നിവർ ന്യായപാലനം ചെയ്യേണ്ടുന്നതിനുള്ള വ്യവസ്ഥകൾ ആവർത്തന പുസ്തകം 16-ാം അധ്യായം 18 മുതൽ 21-ന്റെ 21 വരെയുള്ള വാക്യങ്ങളിൽ വിവരിച്ചിരിക്കുന്നു. ന്യായാധിപന്മാർ, അതായത് അവർക്ക് പ്രമാണിമാരുണ്ട്, ന്യായാധിപതിമാരുണ്ട്, രാജാക്കന്മാർ, പുരോഹിതന്മാർ, ഇവരൊക്കെ ഈ ന്യായപാലനം ചെയ്യേണ്ട വ്യവസ്ഥകൾ സംബന്ധിച്ച് വിവരിച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ അടുത്ത പോയിന്റിലേക്ക് പോവുകയാണ്. ആചാരപരമായ വിശദീകരണം, ഭക്ഷണങ്ങളും വിശദീകരണം, സമർപ്പണം, ഭക്ഷണങ്ങളും ഉത്സവങ്ങളും, ന്യായാധിപന്മാർ നീതിയോടെ ന്യായപാലനം ചെയ്യേണ്ട വിധം. അടുത്തത്, ദൈവം തന്റെ ജനത്തിന് നൽകുന്ന രാജ്യത്തിന്റെ പവിത്രത കാത്തു സൂക്ഷിക്കണം. 21-ന്റെ 22 മുതൽ 25-ന്റെ 19 വരെ അതാണ് പറയുന്നത്. ദൈവം തന്റെ ജനത്തിന് നൽകുന്ന രാജ്യത്തിന്റെ പവിത്രത കാത്തു സൂക്ഷിക്കുവാൻ വേണ്ട നിർദ്ദേശങ്ങൾ അവർക്ക് നൽകിയിരിക്കുന്നു. അത് ദീർഘമായി വിവരിക്കല്ല, ഒരു വാക്യം വായിക്കുക. 23-ന്റെ 18-ാം വാക്യം. 23-ന്റെ 18-ാം വാക്യം. വേശ്യയുടെ കൂലിയും നായയുടെ വിലയും നിന്റെ ദൈവമായ യഹോവയുടെ ആലയത്തിലേക്ക് യാതൊരു നേർച്ചയായിട്ടും കൊണ്ടുവരരുത്. ഇവ രണ്ടും നിന്റെ ദൈവമായ യഹോവയ്ക്ക് അറപ്പാകുന്നു. വേശ്യയുടെ കൂലിയും നായയുടെ വിലയും നിന്റെ ദൈവമായ യഹോവയുടെ ആലയത്തിലേക്ക് യാതൊരു നേർച്ചയായും കൊണ്ടുവരരുത്. അവ രണ്ടും നിന്റെ ദൈവമായ യഹോവയ്ക്ക് അറപ്പാകുന്നു. പുതിയ നിയമത്തിലായാലും പഴയ നിയമത്തിലായാലും ഇങ്ങനെയുള്ള അന്യായമായ ധനം അല്ലെങ്കിൽ മ്ലേച്ഛത പ്രവർത്തിക്കുന്നവരുടെ ധനം അത് ദൈവാലയത്തിലേക്ക് സ്വീകരിക്കുവാൻ പാടില്ല എന്ന് ശക്തമായ കൽപ്പന കൊടുക്കുകയാണ്. അടുത്ത കാലത്ത് ഒരു വലിയ സഭയിലെ ശുശ്രൂഷകന്, അദ്ദേഹത്തിന്റെ സഭയിലെ ഒരു വിശ്വാസിയുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എനിക്ക് കിട്ടുവാനിടയായി. ഞാനപ്പോൾ ആ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്ത് അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു. കേരള ബിവറേജസ് കോർപ്പറേഷൻ 3170 രൂപ. എന്നിട്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, കേരള ബിവറേജസ് കോർപ്പറേഷനിൽ പച്ചരിയോ ഗോതമ്പോ ചിക്കനോ മട്ടനോ എന്തെങ്കിലും കിട്ടുമോ?
അദ്ദേഹം മിണ്ടുന്നില്ല. ഞാൻ പറഞ്ഞു, എൻ്റെ അറിവിൽ കേരള ബിവറേജസ് കോർപ്പറേഷനിൽ കിട്ടുന്നത് മദ്യമാണ്. അപ്പോൾ മദ്യപാനിയായ ഒരുവനാണ് നിങ്ങളുടെ ഇടയിൽ വന്നിരിക്കുന്ന ഈ വ്യക്തി എന്ന് പറഞ്ഞു. പക്ഷെ ദുഃഖകരമായ ഒരു യാഥാർത്ഥ്യം, അങ്ങനെയുള്ള മ്ലേച്ഛത പ്രവർത്തിക്കുന്നവന്റെ ധനം സ്വീകരിച്ചുകൊണ്ട് ഇപ്പോഴും അവനെ കൂട്ടിക്കൊണ്ടുപോകുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത്. ദൈവവചനം വളരെ ശക്തമായ താക്കീത് നൽകുകയാണ്. ഇങ്ങനെ മ്ലേച്ഛത പ്രവർത്തിക്കുന്നവന്റെ ധനം ദൈവത്തിന്റെ സഭയിൽ വരുവാൻ പാടില്ല. അങ്ങനെയുള്ളവരുടെ ധനം ദൈവത്തിന്റെ ആലയത്തിലേക്ക് യാതൊരു നേർച്ചയായിട്ടും കൊണ്ടുവരുവാൻ പാടില്ല. നിന്റെ ദൈവം തന്റെ ജനത്തിന് നൽകുന്ന ദേശത്തിന്റെ പവിത്രത കാത്തു സൂക്ഷിക്കണം. അതിനെ പ്രത്യേക ശ്രദ്ധയുള്ളവരായിരിക്കണം. തുടർന്ന് നമ്മൾ കാണുന്നത്, ദൈവത്തെ വീണ്ടെടുപ്പുകാരനും ഉടയവനും എന്ന് ഏറ്റുപറയുന്നത് 26-ാം അധ്യായത്തിൽ. തങ്ങളെ മിസ്രൈമിൽ നിന്ന് വീണ്ടെടുത്തവനും പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് കൊണ്ടുവന്ന് അത് അവകാശമായി നൽകിയവനുമായ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. 26-ന്റെ 1 മുതൽ 11 വരെ ദൈവം ചെയ്തിട്ടുള്ള നന്മകളെ അവർ ഓർക്കുകയാണ്. 26-ന്റെ 1 മുതൽ 11 വരെയുള്ള ആദ്യ ഭാഗത്തിൽ ദൈവം ചെയ്തിട്ടുള്ള നന്മകളെ ഓർക്കുകയാണ്. ആദ്യ ഫലവുമായി ദൈവമായ യഹോവയുടെ സന്നിധിയിൽ ചെല്ലണം. എന്നിട്ട് തങ്ങളെ മിസ്രൈമിൽ നിന്ന് വീണ്ടെടുത്തത് യഹോവയാണെന്നും പാലും തേനും ഒഴുകുന്ന ദേശമായ കനാൻ ദേശത്തേക്ക് കൊണ്ടുവന്നത് അവകാശമായി നൽകിയ ദൈവം തന്നെയെന്നും ഓരോ ഇസ്രായേലിനും ഏറ്റുപറഞ്ഞിട്ട് ആദ്യഫലം ദൈവസന്നിധിയിൽ അർപ്പിക്കണം. ഇവിടെ ആദ്യഫലവുമായി ദൈവമായ യഹോവയുടെ സന്നിധിയിലേക്ക് പോയവ അർപ്പിക്കുന്നതെന്ന് പറയുന്നത് വർഷം തോറും അനുഷ്ഠിക്കുന്ന ആദ്യഫല പെരുന്നാളിനെ പറ്റിയല്ല പറയുന്നത്. ദൈവം അവർക്ക് ചെയ്തിരിക്കുന്ന നന്മകൾ ഓർക്കുന്നതിന് അവർ കനാൻ ദേശത്ത് പ്രവേശിച്ച ശേഷം കൃഷി ചെയ്ത് ആദ്യ വർഷത്തിൽ തങ്ങൾക്ക് ലഭിക്കുന്ന വിളവിൽ നിന്ന് ആദ്യഫലം കുറേശ്ശെ എടുത്ത് ദൈവമായ യഹോവയുടെ സന്നിധിയിൽ അർപ്പിക്കുന്നതായി പ്രത്യേകമായി അനുഷ്ഠിക്കുവാൻ കൊടുത്തിരിക്കുന്ന ഒരു കൽപ്പനയാണിത്. കനാൻ ദേശത്ത് പ്രവേശിച്ചിട്ട് ആദ്യമായി അവർ കൃഷി ചെയ്ത് കൃഷിയുടെ ഫലം കിട്ടുമ്പോൾ ചെയ്യേണ്ട കാര്യമാണ്. അങ്ങനെ ചെയ്തുകൊണ്ട് തങ്ങൾക്ക് അവകാശമായി ലഭിച്ചിരിക്കുന്ന ഭൂമി ദൈവത്തിന്റെ ദാനമാണെന്ന് അവർ നന്ദിയോടെ ഏറ്റുപറയുകയാണ്. 26-ന്റെ 10-ാം വാക്യത്തിൽ പറയുന്നു, 26-ന്റെ 10, ഈ ദേശം ഇതാ യഹോവേ, വായിച്ചാട്ട്, ഇതാ യഹോവേ, നീ എനിക്ക് തന്നിട്ടുള്ള നിലത്തിലെ ആദ്യ ഫലം ഞാൻ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നു. പിന്നെ നീ അത് നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ വെച്ച് നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ നമസ്കരിക്കണം. ദൈവമായ യഹോവയുടെ സന്നിധിയിൽ അത് വെച്ചിട്ട് നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ നീ നമസ്കരിക്കണം. എന്നിട്ട് പറയണം, ഇത് നീ എനിക്ക് തന്നിട്ടുള്ള നിലത്തിലെ ആദ്യ ഫലം. ദൈവസന്നിധിയിൽ നമ്മുടെ കാഴ്ച കൊണ്ടുവരേണ്ടത് എപ്രകാരമായിരിക്കണം, ഏത് മനോഭാവത്തോടെ ആയിരിക്കണമെന്ന് വ്യക്തമാക്കുന്നൊരു വാക്യമാണ് ഇവിടെ നാം വായിച്ചത്. ഇതാ യഹോവേ, നീ എനിക്ക് തന്നിട്ടുള്ള നിലത്തിലെ ആദ്യ ഫലം ഞാൻ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നു. നിലത്തിന്റെ ഉടയവൻ നീ തന്നെയാകുന്നു. നിലത്തിന്റെ ഉടയവൻ നീ തന്നെയാകുന്നു. ഞാൻ ഈ കൊണ്ടുവന്നിരിക്കുന്നതും നിശ്ചയമായി എന്റെ പക്കലുള്ളതും എല്ലാം യഹോവയുടെ ദാനമാണ്. പ്രിയരെ, ദൈവസന്നിധിയിൽ നാം എന്തെങ്കിലും കൊടുക്കുമ്പോൾ നാം കൊടുത്തു എന്നുള്ള മനോഭാവം നമുക്കുണ്ടാകരുത്. കൊടുക്കുന്നു എന്ന മനോഭാവം നമുക്കുണ്ടാകരുത്. നമ്മൾ സ്റ്റിവാർഡ്സ് ആണ്. ദൈവത്തിൻ്റെത് നാം അനുഭവിക്കുകയാണ്, നാം ചിലവഴിക്കുകയാണ്. ദൈവം തന്നത് അതിൻ്റെ ഒരു അംശം നന്ദിയായി നാം അർപ്പിക്കുകയാണ്. കൊടുക്കുക എന്ന് പറയുമ്പോൾ വലിയവൻ ചെറിയവനാണ് കൊടുക്കുന്നത്. ചെറിയവൻ വലിയവന് മുൻപാകെ കൊടുക്കുകയല്ല, അർപ്പിക്കുകയാണ്. അർപ്പിച്ച് വലിയവനെ നമസ്കരിക്കുകയാണ് വേണ്ടത്. നാം കൊടുക്കുന്നു എന്നുള്ള മനോഭാവം
നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറിപ്പോകണം. ഈ ക്ലാസ് കേൾക്കുന്നവരെങ്കിലും ശ്രദ്ധിക്കുക. അനേകർക്ക് കൊണ്ട് ഞാൻ കൊടുത്തു, ഞാൻ ചെയ്തു, ഞാൻ ചെയ്യുന്നു. നമ്മളൊരു ശ്വാസം മാത്രമാണ്. ദൈവം ആയുസ്സും ആരോഗ്യം തരുന്നത് കൊണ്ട് എന്തെങ്കിലും നന്മ ഉണ്ടാകുന്നു. അപ്പോൾ തന്നെ നമ്മളെക്കാൾ സമർത്ഥന്മാര്, നമ്മളെക്കാൾ മിടുക്കന്മാര് പലർക്കും ലഭിക്കാത്ത അവസരങ്ങൾ, നമുക്ക് നന്മകൾ ദൈവം തരുന്നു. അപ്പോൾ നമ്മൾ കൊടുക്കുന്നു എന്നുള്ള മനോഭാവം നമുക്കുണ്ടാകരുത്. ഇവിടെ ഇസ്രായേലിനോട് പറയുകയാണ്, പിന്നെ അത് നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ വെച്ച് നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ നമസ്കരിക്കണം. യഹോവയുടെ സന്നിധിയിൽ അർപ്പിച്ചിട്ട് ദൈവം മുൻപാകെ സാഷ്ടാംഗം വീണ് നമസ്കരിക്കുവാൻ പറയുകയാണ്. അർപ്പകൻ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ചെറിയവൻ വലിയവനെയല്ലേ വീണ് നമസ്കരിക്കുന്നത്. അപ്പോൾ നാം കൊടുക്കുന്നതൊക്കെ ദൈവം സ്വീകരിക്കുന്നത് തന്നെ, അല്ലെങ്കിൽ കൊടുക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുന്നത് തന്നെ ദൈവത്തിന്റെ കൃപയാണ്. അതുകൊണ്ട് നാം അർപ്പിക്കുകയാണ്. കൊടുക്കുമ്പോൾ നമ്മുടെ കൈ മുകളിലും വാങ്ങുന്നവന്റെ കൈ താഴെയുമാണ്. താഴോട്ടാണ് കൊടുക്കുന്നത്, ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ഉദ്ദേശിക്കുന്ന മനോഭാവമാണ്. എന്നാൽ അർപ്പിക്കുമ്പോൾ എങ്ങനെയാണ്? അർപ്പകൻ കരങ്ങളിൽ ഇങ്ങനെ ഏന്തി നിൽക്കുകയാണ്, കൈ മലർത്തി വെച്ചിരിക്കുകയാണ്. സ്വീകർത്താവിന് മനസ്സുണ്ടെങ്കിൽ തന്റെ ഹിതം പോലെ അതിൽ നിന്ന് എടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ പറയുന്നത് അക്ഷരാർത്ഥത്തിൽ നിങ്ങൾ എടുക്കുകയല്ല, ആ മനോഭാവത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ദൈവനാമത്തിൽ നാം എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് നമ്മുടെ അർപ്പണമായിരിക്കണം. നാം ഇങ്ങനെ കരങ്ങളിൽ നീട്ടുന്നു, ദൈവം അത് സ്വീകരിക്കുവാൻ കരുണ ചെയ്തിരിക്കുന്നു എന്നുള്ള മനോഭാവം. നമ്മുടെ ശുശ്രൂഷകളാകട്ടെ, നമ്മുടെ ധനമാകട്ടെ, നമ്മുടെ സമയമാകട്ടെ, എന്ത് തന്നെയാകട്ടെ, അതൊക്കെയും ദൈവം സ്വീകരിക്കുവാൻ കൃപ ചെയ്തിരിക്കുന്നു എന്നുള്ള മനോഭാവം അത് നമുക്കുണ്ടാകണം. ഇസ്രായേലെ, നിനക്ക് ലഭിച്ചിരിക്കുന്ന ആദ്യ ഫലമൊക്കെയും അർപ്പിച്ച് സാഷ്ടാംഗം വീണ് നമസ്കരിക്കുക. ഇതെല്ലാം യഹോവയുടെ ദാനമാകുന്നു. എനിക്ക് അവിടെ നിൽക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ഞാൻ മുന്നോട്ട് പോകട്ടെ. 26:12 മുതൽ 15 മുതലുള്ള വാക്യങ്ങളിൽ, 26:12 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചാട്ടെ. 26:12 മുതൽ 15 വരെ. ദശാംശം എടുക്കുന്ന കാലമായ 3-ാം സംവത്സരത്തിൽ നിന്റെ അനുഭവത്തിലൊക്കെയും ദശാംശം എടുത്ത് ലേവ്യനും പരദേശിയും അനാഥനും വിധവയും നിന്റെ പട്ടണങ്ങൾ വെച്ച് തൃപ്തിയാവണ്ണം തിന്മാൻ കൊടുത്തു തീർന്ന ശേഷം നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ നീ പറയേണ്ടതെന്നാൽ എന്നോട് കൽപ്പിച്ചിട്ടുള്ള കൽപ്പന പ്രകാരമൊക്കെയും ഞാൻ വിശുദ്ധമായത് എന്റെ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന ലേവ്യനും പരദേശിക്കും അനാഥനും വിധവയ്ക്കും കൊടുത്തിരിക്കുന്നു. ഞാൻ നിന്റെ കൽപ്പന ലംഘിക്കുകയോ മറന്നുകളയോ ചെയ്തിട്ടില്ല. എന്റെ ദുഃഖത്തിൽ ഞാൻ അതിൽ നിന്നും തിന്നിട്ടില്ല. അശുദ്ധനായിരുന്നപ്പോൾ ഞാൻ അതിൽ ഒന്നും നീക്കി വെച്ചിട്ടില്ല. മരിച്ചവന് അതിൽ നിന്നും ഒന്നും കൊടുത്തിട്ടുമില്ല. ഞാൻ എന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ട് നീ എന്നോട് കൽപ്പിച്ചതുപോലെ ഒക്കെയും ചെയ്തിരിക്കുന്നു. നിന്റെ വിശുദ്ധ വാസസ്ഥലമായ സ്വർഗത്തിൽ നിന്ന് നോക്കി. അവർ ദേശത്ത് പ്രവേശിച്ച നാൾ മുതൽ എല്ലാ 3 വർഷം കൂടുമ്പോഴും തങ്ങളുടെ അനുഭവത്തിലൊക്കെയും ദശാംശം എടുത്ത് അവരുടെ സമീപേ പാർക്കുന്ന ലേവ്യന് അവകാശം കൊടുത്തിട്ടില്ല എന്നുള്ളത് മുമ്പേ ഞാൻ പറഞ്ഞതാണ്. പിന്നെ പരദേശിക്കും അനാഥനും വിധവയ്ക്കും തൃപ്തിയാവണ്ണം തിന്നാൻ കൊടുക്കണമെന്ന് മോശെ അവരോട് കൽപ്പന കൊടുത്തിരിക്കുകയാണ്. ഞാൻ വിശുദ്ധമായത് എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു, ലേവ്യനും പരദേശിക്കും അനാഥനും വിധവയ്ക്കും കൊടുത്തിരിക്കുന്നു എന്നവർ സാക്ഷ്യപ്പെടുത്തണം. ഇങ്ങനെ ചെയ്തുകൊണ്ട് ഞാൻ ദൈവത്തിന്റെ കൽപ്പന ലംഘിക്കുകയോ മറന്നു കളയുകയോ ചെയ്തിട്ടില്ല എന്ന് അവർ തങ്ങളുടെ വിശ്വസ്തതയും അനുസരണവും സാക്ഷ്യപ്പെടുത്തുകയാണ്. ആ ഭാഗം അവിടെ അവസാനിക്കുന്നു. ഉടമ്പടിയുടെ വ്യവസ്ഥകൾ എന്നുള്ള ആ വിഷയം അവസാനിച്ചു. ഇനി 4-ാമത്തെ ടോപ്പിക്ക് അംഗീകരണം, ശാപങ്ങളും അനുഗ്രഹങ്ങളും എന്നുള്ളതാണ് നമുക്ക് ഇനി പഠിക്കുവാനുള്ളത്. അംഗീകരണം, ശാപങ്ങളും അനുഗ്രഹങ്ങളും. അക്സെപ്റ്റൻസ്, കേഴ്സസ് ആൻഡ് ബ്ലെസ്സിങ്സ്. അക്സെപ്റ്റൻസ്, കേഴ്സസ് ആൻഡ് ബ്ലെസ്സിങ്സ്. ഞാൻ അത് തുടങ്ങിയാലും അത് തീരില്ല. അപ്പം ഇപ്പോൾ 8 മണി ആകുന്നു, 5 മിനിറ്റ് കൂടെ ഉള്ളൂ. 5 മിനിറ്റ് കൊണ്ട്
ആ വിഷയം തീരില്ല. അതുകൊണ്ട് ഞാൻ ഇന്നത്തെ ക്ലാസ് ഇവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. നമുക്ക് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രിയ ജോയ് ബ്രദർ പ്രാർത്ഥിച്ചാട്ട്, കൊടുങ്ങാനൂർ ജോയ് ബ്രദർ പ്രാർത്ഥിച്ചാട്ട്. എന്തോ ചോദിച്ചോ എന്തോ? ഹോസ്പിറ്റലിൽ അഡ്മിറ്റ്. താങ്ക് യു അത് ഓർപ്പിച്ചതിന്. നമ്മുടെ മത്തായി സാറാണ് സാർ. മത്തായി സാറ് SUT ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. അദ്ദേഹത്തെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. കഴിഞ്ഞ ആഴ്ച 1-2 ദിവസം ഞങ്ങളുടെ മകൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് ചൊവ്വാഴ്ച എനിക്ക് ക്ലാസ് എടുക്കുവാൻ കഴിയാതെ പോയത്. അങ്ങനെ രോഗികളായിരിക്കുന്നവരെയും കൂടെ വഹിച്ചുകൊണ്ടും നമ്മുടെ മുൻ സ്റ്റുഡൻ്റ് ആയിരുന്ന ഒരു ഗ്രേസ് ജോൺ ഉണ്ട്, താബോർ ചർച്ചിലെ അംഗമാണ്. ഗ്രേസിന്റെ പിതാവ്, അദ്ദേഹം സൗഖ്യമില്ലാതെ ക്യാൻസറിന്റെ പ്രയാസത്താൽ ഭാരപ്പെടുന്നു. ആ കാര്യങ്ങളെല്ലാം കൂടെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഇങ്ങനെ ഞാൻ എന്തെങ്കിലും വിട്ടുപോയെങ്കിൽ ദയവായിട്ട് ഇങ്ങനെ ഇപ്പോൾ പ്രിയ സഹോദരി ബിനു സിസ്റ്റർ ഓർപ്പിച്ചതുപോലെ ഓർപ്പിക്കുന്നത് നന്നായിരിക്കും. നമ്മൾ ഒരുമിച്ച് മറ്റുള്ളവർക്കും അത് പ്രാർത്ഥിക്കുവാൻ സാധിക്കും. ജോയ് ബ്രദർ ആ വിഷയങ്ങളെല്ലാം ഓർത്തുകൊണ്ട് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവേ, അങ്ങയെ വാഴ്ത്തുന്നു. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗ നല്ല കർത്താവേ, നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ സന്നിധിയിൽ വചന പഠനവുമായി അടിയങ്ങൾക്ക് അല്പസമയം ചെലവഴിക്കുവാൻ അവിടെ നിന്നിരിക്കുക വലിയ സാവകാശത്തിനായി അടിയങ്ങളങ്ങെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, വചനം പഠിപ്പിച്ച പ്രിയ സാറിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് കുടുംബമായി ദൈവം അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നാളുകൾ അനേകർക്ക് പ്രയോജനപ്പെടുമാറ് അവിടുത്തെ അഭിഷേകത്താൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുത്തെ നാമത്തിൽ അടിയങ്ങൾ ജയമേറ്റെടുക്കുന്നു. സാറിന്റെ മകൾക്കായി പ്രാർത്ഥിക്കുന്നു. ശാരീരികമായി ബലവും സൗഖ്യം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തക്ക സമയത്ത് അനുഗ്രഹമേറിയ ഒരു വിടുതൽ നൽകി അനുഗ്രഹിപ്പാൻ അങ്ങയോട് യാചിക്കുന്നു, അപേക്ഷിക്കുന്നു. പൂർണ്ണമായ വിടുതലും ആശ്വാസവും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം രോഗത്താൽ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. പ്രിയ മത്തായി സാറിനായി പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായ വിടുതലിനായി പ്രാർത്ഥിക്കുന്നു. ഇത്ര വേഗം സൗഖ്യം പ്രാപിച്ചു വരുവാൻ അവിടുന്ന് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ക്യാൻസർ രോഗത്താൽ ഭാരപ്പെടുന്ന പ്രിയ പിതാവിനായി പ്രാർത്ഥിക്കുന്നു. ദൈവം ആശ്വസിപ്പിക്കണമേ, സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായൊരു വിടുതലും ആശ്വാസവും എൻ്റെ ദൈവം കൽപ്പിക്കുവാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം വിവിധ വിഷയങ്ങൾ ഭാരപ്പെടുന്ന, രോഗത്താൽ ഭാരപ്പെടുന്ന വിവിധ വിഷയങ്ങളെല്ലാം ഒക്കെയും ഭാരപ്പെടുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെ വിഷയങ്ങളെ നന്നായി അറിയുന്ന കർത്താവ് പൂർണ്ണമായ വിടുതലും ആശ്വാസവും നൽകി അവരെ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ഇത്രയും പേർക്ക് ദൈവവചനം പഠിപ്പാൻ അവിടെ നിന്ന് ഒരിക്കൽ വലിയ സാവകാശത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ നാളിൽ പഠിപ്പിക്കുന്ന വചനങ്ങൾ കർത്താവെ, അടിങ്ങൾ ശ്രദ്ധയോടെ അത് ഏറ്റെടുപ്പാൻ, അടിങ്ങളുടെ ജീവിതത്തിൽ അത് അപ്രകാരം ജീവിപ്പാൻ അവിടെ നിന്ന് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വരവ് വാസ്തവമായി അടുത്തിരിക്കുന്ന കാലഘട്ടത്തിൽ അടിങ്ങൾ വിശുദ്ധിയിൽ നിലനിൽപ്പാൻ അവിടുന്ന് സഹായിക്കണമേ. വിശുദ്ധിയോടും വേർപാടോടും തിരുസനി നിൽപ്പാൻ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ ക്ലാസ്സിനെ ദൈവം ഇത്രത്തോളം അനുഗ്രഹിച്ചല്ലോ. എല്ലാ അധ്യാപകരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. താബോർ ബൈബിൾ കോളേജിനെ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അടിങ്ങൾ ഇപ്പോൾ കർത്താവിന്റെ സ്ഥലം വീണ്ടും ശരണപ്പെടുന്നു. ഇനി കാണുവോളം തുടർന്ന് കർത്താവിന്റെ ചിറകടിൽ മറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ വിഷയങ്ങൾക്കും എൻ്റെ കർത്താവ് വിടുതൽ കൽപ്പിച്ചിരിക്കുക. സ്തോത്രം മഹത്വം കർത്താവിന് സമർപ്പിക്കുന്നു. യേശു കർത്താവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. Thank you, sir. Thank you, sir. Welcome.